ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം മുമ്പാകെ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഉറപ്പായിട്ട് മറുപടിയുണ്ട്. എന്നാൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ദൈവസന്നിധിയിൽ നിന്ന് മറുപടിയോ പ്രതികരണമോ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എൻ്റെ ദൈവവചന ധ്യാനത്തിൽ വേദപുസ്തകത്തിലെ ഒരൊറ്റ അധ്യായത്തിൽ തന്നെ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയെ ദൈവം തടുത്തു കളഞ്ഞു. അതായത് ആ പ്രാർത്ഥന തൻ്റെ അരികിലേക്ക് ചെല്ലാൻ പോലും ദൈവം സമ്മതിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ അധ്യായത്തിൽ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു എന്നും എഴുതിയിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് അല്പസമയങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരൊറ്റ അധ്യായത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയെ ദൈവം തടഞ്ഞു. അതേ അധ്യായത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നൽകി കൊടുക്കുകയും ചെയ്തു. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലും 56-57 വാക്യങ്ങളിലുമാണ്. 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ കൂകി നിലവിളിച്ചിട്ടും നീ എൻ്റെ പ്രാർത്ഥന തടുത്തു കളഞ്ഞു, വെട്ടുകല്ലുകൊണ്ട് എൻ്റെ വഴികളെ അവിടുന്ന് അടച്ചു കളഞ്ഞു. 56-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, എൻ്റെ നിലവിളിക്കും എൻ്റെ പ്രാർത്ഥനയെയും ദൈവം ഓർത്തിരിക്കുന്നു. അതായത് ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് വന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് എനിക്ക് മറുപടി നൽകി തന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇതുവരെയും നമ്മുടെ ചാനലിൽ ഈ ഒരു മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. ദൈവം നമുക്ക് ഓരോ ദിവസവും നൽകി തരുന്ന ആശയങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തമാക്കാനും കർത്താവിനോടുള്ള ബന്ധം ഉറപ്പിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. ആഴമായ ദൈവവചന പഠനം നമുക്ക് ശക്തമായ ആത്മീക പ്രകാശനങ്ങളാണ് നൽകിത്തരുന്നത്. അതുകൊണ്ടാണ് ദൈവവചന ശുശ്രൂഷയൊക്കെ ഇത്രയധികം പ്രാധാന്യത ഉള്ളതായി മാറുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ പല വിഷയങ്ങൾക്കും ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ വിടുതൽ ഏറ്റെടുക്കുന്നവരാണ്, വിടുതൽ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരോടും സാക്ഷ്യം ചോദിച്ചാൽ ഓരോരുത്തരും 100 കണക്കിന് സാക്ഷ്യങ്ങൾ പറയും. പക്ഷെ ചില സമയങ്ങളിൽ ആ ഒരു വിടുതലുകൾ അല്ലെങ്കിൽ നിലവിളിയുടെ ശബ്ദം പോലും ദൈവസന്നിധിയിലേക്ക് എത്താതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? പ്രാർത്ഥനയ്ക്ക് എങ്ങനെ മറുപടി കിട്ടും എന്നുള്ളതുപോലെ തന്നെ നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് പഠിക്കണം. വിലാപങ്ങൾ പേര് പറയുന്നത് പോലെ തന്നെ മുഴുവനും കരച്ചിലും നിലവിളിയും ദൈവസന്നിധിയിലെ സങ്കടവും ആവലാദികളും വേവലാദികളും ഒക്കെയാണ്. ഈ പുസ്തകം എഴുതിയത് ആരാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇത് പ്രവാചകനായ യിരെമ്യാവ് യെരുശലേമിൻ്റെ നാശത്തിന് ശേഷം എഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്. കണ്ണുനീരിൻ്റെ ഒരു പ്രവാചകൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, അദ്ദേഹം ബാബിലോണ്യർ യെരുശലേം പിടിച്ചെടുത്തതിന് ശേഷം അതിനെ നശിപ്പിച്ചതിന് ശേഷം യെരുശലേമിൻ്റെ സങ്കടം കണ്ട് അതിൻ്റെ അവസ്ഥ കണ്ട് എല്ലാം ദൈവം കൊടുത്ത അവകാശങ്ങളും നന്മകളുമെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം മുമ്പിൽ കരഞ്ഞുകൊണ്ട് ദൈവം മുമ്പിൽ നിലവിളിച്ചുകൊണ്ട് കഴിക്കുന്ന അപേക്ഷകളാണ് ഈ വിലാപങ്ങളുടെ പുസ്തകമെന്ന് പറയുന്ന ഈ പുസ്തകം തന്നെ. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ 70 വർഷത്തെ പ്രവാസം നമുക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ്. അതായത് അവരുടെ അനുസരണക്കേടുകൾ കൊണ്ടാണ് 70 വർഷത്തെ ഒരു പ്രവാസത്തിലേക്ക് അവർ പോകുന്നത്. യിരെമ്യാവ് തന്നെ ഏകദേശം 40 വർഷത്തോളം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് ബാബിലോണിയ രാജാക്കന്മാർ വരികയും യെരുശലേമിനെ നശിപ്പിക്കുകയും ആലയെ നശിപ്പിക്കുമെന്നും 70 വർഷം പ്രവാസത്തിലേക്ക് പോകുമെന്നും എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഏകദേശം 40 വർഷത്തോളം കാലം പ്രവാചകനായ യിരെമ്യാവ് നൽകിക്കൊടുത്തു. പല സമയത്തും ദൈവം തൻ്റെ ദാസന്മാരിലൂടെയൊക്കെ നമ്മളോട് അറിയിക്കുന്ന ആലോചനകളെ, ഒരു കൊച്ചു കുട്ടി വന്ന് നമ്മളോടൊരു ദൈവാലോചന പറഞ്ഞാലും ആ ഒരു ദൈവിക ആലോചനയെ പോലും നമ്മൾ നിസ്സാരമായി കണക്കാക്കാതെ
അത് കണ്ട് അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിട്ട് നമ്മളൊക്കെ തയ്യാറാകണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. നല്ല പങ്കാളികളും അത് കേട്ടില്ല, ഭരണ തലപ്പത്തിരിക്കുന്നവർ പോലും അത് കേട്ടില്ല. അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ. യഥാർത്ഥമായ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ പലർക്കും അതിനെ അംഗീകരിക്കത്തില്ല. അതിനെ ഒരു തമാശയായിട്ടും അതിനെ ഒരു രസവുമായിട്ടൊക്കെയാണ് പലരും കണക്കാക്കുന്നത്. പക്ഷേ ദൈവം പറയുന്നത് സംഭവിക്കും. അപ്പം ദൈവസന്നിധിയിൽ അവർക്കുണ്ടാകേണ്ടുന്ന ഒരു ഗൗരവം ആ സമയത്ത് അവർക്കുണ്ടായില്ല. അതുകൊണ്ടാണ് പ്രവാസത്തിലേക്ക് ഇസ്രായേലിന് പോകേണ്ടതായിട്ട് വന്നത്. അങ്ങനെ എഴുതിയൊരു പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകം മുഴുവനും ദൈവത്തോട് വിലപിക്കുകയാണ്, നിലവിളിക്കുകയാണ്. അതിനോട് ബന്ധപ്പെട്ടാണ് 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ കൂകി നിലവിളിച്ചാലും എൻ്റെ പ്രാർത്ഥനയെ അവിടുന്ന് തടുത്തു കളയുന്നു. വെട്ടുകല്ലുകൊണ്ട് അവിടുന്ന് എൻ്റെ വഴികളെ അടച്ചു. തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ എൻ്റെ പ്രാർത്ഥന, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കടക്കാതെ വണ്ണം ദൈവമേ അവിടുന്ന് മേഘം കൊണ്ട് ഞങ്ങളെ മറച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. പക്ഷെ പ്രാർത്ഥന ദൈവമുമ്പിലേക്ക് ചെല്ലുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എന്തുകൊണ്ടാണ് പ്രാർത്ഥനയെ പോലും ദൈവം മറച്ചു കളഞ്ഞത്? കൂകി നിലവിളിച്ചിട്ടും ഞാൻ കൂകി നിലവിളിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥനയെ ദൈവം തടുത്തു കളഞ്ഞത്? എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകി കൊടുക്കാതിരുന്നത്? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ ഈ ദൈവഭക്തൻ തരണം ചെയ്തത് എങ്ങനെയാണ്? 2 കാര്യങ്ങളിലാണ്. ആ 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് പോകാം. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം കൂകി നിലവിളിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം പ്രാർത്ഥന നിർത്തുന്നില്ലെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിലവിളിക്കരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ ഒന്നുമല്ല. അതായത് ഞാൻ കൂകി നിലവിളിച്ചിട്ടും കർത്താവ് കേൾക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തോട് എനിക്ക് പിണക്കോ, ഇനി ഞാൻ മിണ്ടുന്നില്ല എന്നൊന്നും അല്ല. ഈ പുസ്തകം മൊത്തം വായിച്ചു നോക്കിയാൽ എത്രത്തോളം ദൈവം അകന്നിരിക്കുന്നുവോ അത്രത്തോളം ദൈവത്തെ തന്നിലേക്ക് അടുപ്പിക്കുവാനാണ് ദൈവഭക്തൻ ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് ദൈവത്തിന് സ്തോത്രം എല്ലാ കാലവും അവരുടെ ജീവിതത്തിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു സ്ഥലത്ത് ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ അതിൻ്റെ വിഷയമല്ലെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞു, സക്കായിയെ നമുക്കെല്ലാവർക്കും അറിയാവുന്നയാളാണ്. സക്കായിക്ക് ഉയരക്കുറവാണ്. ചുറ്റുപാടുമുള്ള ആളുകൾ കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് യേശുവിനെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നാൽ പിന്നെ ഞാൻ തിരിച്ചു പോയേക്കാം, സാഹചര്യങ്ങൾ തടസ്സമാണ് എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ എങ്ങനെ യേശുവിനെ കണ്ടേനുമായി. പക്ഷേ ഉയരത്തിൽ കുറഞ്ഞവനാണെങ്കിലും കർത്താവിനെ കാണണമെന്നുള്ള തൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് മുൻപോട്ടോടിയെന്നാണ്. ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. യേശു ആ വഴിക്ക് വരികയായിരുന്നു. കണ്ടോ, ആ വഴിയിലൂടെ വരികയായിരുന്നു. അപ്പം നമ്മൾ കാണാൻ ആഗ്രഹിച്ചാൽ നമ്മുടെ വഴികളിൽ ചില ദൈവിക വിടുതലുകൾ വരും. നമ്മൾ ചില കാര്യങ്ങളിൽ തിടുക്കങ്ങൾ എടുക്കണം, തീരുമാനമെടുക്കണം. ഇപ്പോൾ ഉയരം കുറഞ്ഞൊരു മനുഷ്യന് ഒരു മരത്തിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇച്ചിരി വില കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. പല ആൾക്കാരും ചുമ്മാതിരുന്ന ദൈവിക വിടുതലുകൾ പ്രാപിക്കാനായിട്ട് നടക്കുന്നവരാണ്, വെറുതെ. അതായത് ദൈവം തരുന്നെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ വില കൊടുക്കണം. ചില കാര്യങ്ങളിൽ ദൈവത്തെ സേവിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം, കഷ്ടപ്പെടണം, പ്രാർത്ഥനയ്ക്ക് പോകണം. ഞാൻ ഇന്നലെ ഒരു കോട്ടേജ് മീറ്റിംഗ് ചർച്ചിൽ നടക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര മഴയാണ്. ചർച്ചിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഉൾസ്ഥലത്തൊരു വീട്ടിലാണ് പ്രാർത്ഥന. അപ്പം ഈ പ്രാർത്ഥനയ്ക്ക് വണ്ടികളുമായിട്ടൊക്കെ ഒത്തിരി പേര് കഷ്ടപ്പെട്ടു വന്നു. അപ്പം ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വരാൻ കഷ്ടപ്പാടുണ്ട്, പെട്രോൾ അടിക്കണം, പിന്നെ ബുദ്ധിമുട്ടണം, പ്രാർത്ഥനയ്ക്ക് വരണം, ദൈവസന്നിധിയിലിരിക്കണം. വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട, ചുമ്മാ സോഫ സെറ്റി ചരിഞ്ഞിരുന്നാൽ മതി, മിച്ചറും കപ്പലണ്ടിയും ഒക്കെ തിന്നുകൊണ്ട് TV കണ്ടുകൊണ്ടിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല, പെട്രോൾ ചിലവില്ല, പിന്നെ രാത്രി പോയി അസമയത്ത് വീട്ടിൽ തിരിച്ചു വരണ്ട. പക്ഷെ വില കൊടുക്കണം. വില കൊടുക്കാത്തവന് എങ്ങനെ അനുഗ്രഹം കിട്ടും? സക്കായി ഓടിയെന്നാണ് എഴുതിയിരിക്കുന്നത്, മരത്തിൽ കയറിയെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അധ്വാനവും നമ്മുടെ കഷ്ടപ്പാടുമൊക്കെ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അതിന് ദൈവം വില മതിക്കും, തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരും കഷ്ടപ്പെടുന്നവരും ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ലോകത്തിൽ ആരും നമുക്ക് പ്രതിഫലം തന്നില്ലെങ്കിലും
സ്വർഗത്തിലെ ദൈവം നമ്മളെ ആദരിക്കും. അവിടുന്നാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് തൃക്കണ്ണ് പാർത്ത് നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ബുദ്ധിമുട്ടും നമ്മൾ പ്രയാസപ്പെട്ട് ഓരോ കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തെ പ്രതി ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ അകത്തുനിന്ന് സ്വാർത്ഥതകളില്ലാതെ ലാഭമില്ലാതെ അതൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഓർക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ സഹായിക്കും. ഉത്തരേന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കിലോമീറ്ററുകളൊക്കെ യാത്ര ചെയ്തല്ലേ ഓരോരുത്തർ പ്രാർത്ഥനകൾക്കൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. വില കൊടുക്കണം. അങ്ങനെ വില കൊടുത്തവരുടെ കഷ്ടപ്പാടുകളും വേദനകളും ഒരു കാലം കഴിയുമ്പോൾ ദൈവം അതിനൊരു പ്രതിഫലം നമുക്ക് തരും. ദൈവം നമ്മളെ ഓർക്കും. അപ്പം പ്രാർത്ഥന നിർത്തിക്കളയുകയല്ല. അദ്ദേഹം ദൈവസന്നിധി കരഞ്ഞില്ല എന്നല്ല, മിണ്ടാതിരുന്നു എന്നുള്ളതല്ല. ദൈവം കൂകി നിലവിളിച്ചപ്പോൾ പ്രാർത്ഥന തടുത്തപ്പോഴും ദൈവം മിണ്ടാതിരിക്കുന്നു എന്ന് തോന്നിയപ്പോഴും സിയോൻ പുത്രിയുടെ മതിലെ ഓലോല കണ്ണുനീരൊഴുക്കുക, വിലാപങ്ങളിലെ വാക്യമാണ്, 2-ാം അധ്യായത്തിലാണ് ഇല്ലേ? അങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത്. സിയോൻ പുത്രിയുടെ മതിലെ ഓലോല കണ്ണുനീരൊഴുക്കുക, നിനക്ക് സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കരുത്, രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേൽക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരുക. 2-ന്റെ-18 വാക്യമാണ്. അപ്പോൾ ദൈവം തടുത്തത് കൊണ്ട് പ്രാർത്ഥന നിർത്തിയതല്ല. ഞാൻ ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ദൈവം തടുത്തത് കൊണ്ട് എന്നാൽ ഇനി പ്രാർത്ഥന നിർത്തിയേക്കാം എന്നല്ല. ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത്, ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുക. അതിനായിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളാണ്. ആ 2 കാര്യങ്ങൾ, ഒന്നാമത്തേത് 3-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യമാണ്. ഓരോരുത്തൻ താൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് നെടുവീർപ്പെടട്ടെ, നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് ദൈവത്തിങ്കലേക്ക് തിരിയുക. അപ്പോൾ ആ വാക്യത്തിൽ കാണുന്നത് നടപ്പിനെ ശോധന ചെയ്യുക, ആരായുക, ടേൺ ബാക്ക് ടു ഗോഡ്, ദൈവത്തിങ്കലേക്ക് തിരിയുക. ഓരോരുത്തൻ അവനവൻ്റെ വഴികളെക്കുറിച്ച് ശോധന ചെയ്യണം. അല്ലെങ്കിൽ നടപ്പ്, നമ്മുടെ ഇരിപ്പ് മാത്രമല്ല, നമ്മുടെ നടപ്പ്. ചിലപ്പോൾ സാമ്പത്തികമായ മേഖലകളിലെ ചില കാര്യങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ, അത് പണമാണെങ്കിൽ, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളാണെങ്കിൽ, പാപ സ്വഭാവങ്ങളാണെങ്കിൽ, ഇതേതാണ് എന്നുള്ളത് പരിശുദ്ധാത്മാവിന് മാത്രമേ വെളിപ്പെടുത്തി തരാൻ പറ്റത്തുള്ളൂ. ദൈവഹിതമല്ലാത്ത പണം തെറ്റായ മാർഗങ്ങളിൽ സമ്പാദിച്ചത് അതൊന്നും നിലനിൽക്കത്തില്ല. പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ആ വാക്കുകൾ മാത്രമല്ല, വരുന്ന വ്യക്തി ആരാണെന്നും ദൈവം നോക്കും. ഞാനീ പറയുന്നത് ആരെയും വേദനപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ അല്ല. യഥാർത്ഥമായ സത്യവചനത്തിൻ്റെ വ്യവസ്ഥയിലല്ല നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ മറുപടി ബുദ്ധിമുട്ടാണ്. കാരണം ദൈവം ഒരിക്കലും തൻ്റെ വ്യവസ്ഥ വിട്ട് പ്രവർത്തിക്കത്തില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം ഈ വിടുതലുകൾ തടസ്സപ്പെടുന്നത്. പക്ഷേ ഇവിടെ ദൈവഭക്തൻ പറയുകയാണ്, നമുക്ക് നമ്മുടെ നടപ്പ് ഒന്ന് ആരാഞ്ഞു നോക്കാം, നമുക്കത് ശോധന ചെയ്യാം, നമ്മുടെ വഴികളെ നമുക്ക് നോക്കാം, നമ്മുടെ കൈകളെയും നമ്മുടെ ഹൃദയങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ദൈവമുമ്പിലേക്ക് നോക്കി, കർത്താവേ, എവിടെയാണ് എനിക്ക് പാളിച്ചകൾ വന്നത്? ഈ ദൈവജന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഞാൻ നീതിമാനായതുകൊണ്ടോ നിങ്ങൾ മോശക്കാരായതുകൊണ്ടോ ആണെന്നൊന്നും നമ്മൾ ധരിക്കരുത്. ഇത് ശരിക്കും ഒന്നിച്ചൊരു യാത്രയാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം തന്നെ ഓരോ വ്യക്തിയും ആത്മീകമായി ഉയർത്തപ്പെടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നമ്മളൊരു യാത്രയിലാണ്, കർത്താവിൻ്റെ വരവെങ്കിലേക്ക് ഉള്ള ഒരു യാത്രയിലാണ്. അതുകൊണ്ട് ദൈവം എനിക്കിങ്ങനെ ഒരു ശുശ്രൂഷ തന്നു, അനേക ആൾക്കാരിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിപ്പാൻ കൃപ തന്നു. അപ്പം പല സ്ഥലങ്ങളിലും വെറും അനുഗ്രഹവും വിടുതലും മാത്രമാണ് പ്രസംഗം. ഒത്തിരി ആത്മീക കൂട്ടായ്മകളിൽ ആവശ്യത്തിനുള്ള പച്ചപ്പ് പോലും ജനത്തിന് കിട്ടാതെ ഇരിക്കുമ്പോൾ ദൈവം അടിയന് ഒരുക്കി തരുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക, നടപ്പിനെ ഒന്ന് ആരാഞ്ഞു നോക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും
പോരായ്മകൾ വന്നിട്ടുണ്ടോ? ആരാഞ്ഞു നോക്കുക. അതാരാഞ്ഞു. രണ്ടാമത്, ഈ ദൈവമനുഷ്യൻ ചെയ്തത് എന്താണെന്നറിയാമോ? 49 വാക്യമാണ്, എൻ്റെ കണ്ണിൽ നിന്ന് നീർത്തോടുകൾ ഒഴുകുന്നു. ഒന്നോ രണ്ടോ കണ്ണുനീർ തുള്ളി വീണമെന്നല്ല, നീർത്തോടുകൾ ഒഴുകുന്നു എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശം നിമിത്തം. സ്വർഗത്തിൽ നിന്ന് യഹോവ നോക്കി കടാക്ഷിക്കുന്നതുവരെ എൻ്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു, ഇളയ്ക്കുന്നതും ഇല്ല. My eyes pour down unceasingly without stopping until the Lord look down and sees from heaven. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് വരെയും എൻ്റെ കണ്ണുകൾ ദൈവത്തിങ്കലേക്കാണ്. പ്രൈസ് ദ ലോർഡ്. ഒന്നോ രണ്ടോ കണ്ണുനീർത്തുള്ളി ഒഴുക്കുന്നു എന്നുള്ളതല്ല, മറുപടി കിട്ടുന്നത് വരെ, വീഴ്ചകൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ, ദൈവം എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് എനിക്ക് മറുപടി തരുന്നത് വരെ. അങ്ങനെയൊക്കെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും ഉണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന, ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാം, ഈ തീയിൽ നിന്ന് വലിച്ചെടുക്കണമെന്നൊക്കെ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. തീയിൽ നിന്ന് വലിച്ചെടുക്കണം. എനിക്കറിയാവുന്ന, ഇപ്പം എൻ്റെ സ്നേഹിതനായ ഒരു ദൈവദാസന്, അദ്ദേഹം ഒരു കാലഘട്ടങ്ങളിൽ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഡ്രഗ് അഡിക്റ്റ്, ബാംഗ്ലൂരിലുമൊക്കെ പോയി ഡ്രഗ് അഡിക്ഷനിലായി. പക്ഷെ തൻ്റെ അമ്മ നിരന്തരമായി അസമയത്ത് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത്, ആ കട്ടിലിൻ്റെ കാൽക്കല്ലിരുന്ന് കരഞ്ഞ് 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 തൻ്റെ കണ്ണുനീർത്തുള്ളികൾ ആ മോൻ്റെ ദേഹത്തേക്ക് വീഴുമായിരുന്നു. ഒടുവിൽ ദൈവം സന്ദർശിച്ചു. ദൈവം അവനെ രൂപാന്തരപ്പെടുത്തി. ഇന്ന് അവനൊരു ബൈബിൾ കോളേജ് അധ്യാപകനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയങ്ങൾ എത്ര തന്നെയായാലും അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് ദൈവമാണെന്നുള്ള തിരിച്ചറിവിൽ ധൈര്യത്തോടെ നമ്മൾ മുമ്പോട്ട് പോവുക. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശം നിമിത്തം എൻ്റെ കണ്ണിൽ നിന്ന് നീർത്തോടുകൾ ഒഴുകുന്നു. എപ്പോഴാ? സ്വർഗത്തിൽ നിന്ന് ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നത് വരെ, അല്ലെങ്കിൽ ദൈവം എന്നെ കടാക്ഷിക്കുന്നത് വരെ. നിർത്തിയിട്ടങ്ങ് പോവല്ല. ഇന്നലെ പ്രാർത്ഥിച്ചു, ഒന്നും കണ്ടില്ല, എന്നാൽ പിന്നെ നിർത്തിയേക്കാം, ദൈവമില്ല, ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞിട്ടൊന്നും പോവല്ല ചെയ്യുന്നത്. മറുപടി ഉറപ്പായിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, കർത്താവ് എല്ലാ കാലത്തും നമ്മളെ കൈവിടത്തില്ല. ചില സമയത്ത് ദൈവം മിണ്ടാതെയിരിക്കും. നമ്മളെന്ത് ചെയ്യുന്നു എന്ന് അറിയാനായിട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അവിടുത്തെ ദയ ഒരിക്കലും തള്ളിക്കളയത്തില്ല. താഴോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ വാക്യത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ, 56 വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം പാപത്തെക്കുറിച്ച് ഓർത്ത്, വഴികളെക്കുറിച്ച് ഓർത്ത് നെടുവീർപ്പെട്ടപ്പോൾ ആ നെടുവീർപ്പിനും ആ നിലവിളിക്കും ദൈവം ചെവി പൊത്തിയില്ല എന്നു മാത്രമല്ല, അടുത്ത വാക്യങ്ങൾ അതിമനോഹരമായ വാക്യങ്ങളാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, അവിടുന്ന് എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു. എൻ്റെ വ്യവഹാരം തീർത്തു തരണമേ എന്നൊക്കെയുള്ള ആ വാക്കുകൾ എത്ര മനോഹരമായ വാക്കുകളാണ്. അപ്പം ഈ ഇരമ്യാവ്, അദ്ദേഹം, അല്ലെങ്കിൽ ഈ വിലാപങ്ങളുടെ പുസ്തകം, ആ പുസ്തകത്തിൽ നോക്കിക്കേ, ഒരൊറ്റ അധ്യായത്തിൽ തന്നെ മറുപടി ഇല്ല എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ മറുപടി അടുത്ത വാക്യങ്ങളിൽ തന്നെ അതിനുള്ള മറുപടി ഉണ്ടായെങ്കിൽ, സ്നേഹത്തോടെ ഞാൻ പറയാം, നമ്മുടെയൊക്കെ വിഷയങ്ങൾക്കുള്ള മറുപടി ദൈവസന്നിധിയിലുണ്ട്. അതുകൊണ്ട് ഈ തിരുവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, പാപങ്ങളെ ഓർത്ത് നെടുവീർപ്പെട്ടു. 2, കണ്ണിൽ നിന്ന് നീർത്തോടുകൾ ഒഴുകി. മറുപടി വരുവോളം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരോട് കരുണ കാണിക്കണമേ.
ദൈവമേ, ഞങ്ങളൊക്കെ വ്യത്യസ്തമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ സഹായകനായി അവിടുന്ന് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയും. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവിക വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ പകരം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.